സഹൃദയരെ, മീനച്ചിലാറിൻ്റെ തീരത്ത് നിന്നും അറ്റ്ലാന്റയിലെ കുടുംബത്തെ കാണുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ യാത്ര തിരിക്കുകയാണ്. ഈ യാത്രയിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ക്രൈസ്റ്റ് ദ കിംഗ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു അപ്പച്ചനാണ് താരം. ജിൻസി, എടി ജിൻസിയേ, നീ ആ ഫോൺ വെച്ച് എപ്പോ നോക്കിയാലും ഈനാമ്പച്ചി ടീമിന്റെ ഒരു ഡാൻസ്. ഈനാമ്പച്ചി അങ്ങനെ മനുഷ്യ രണ്ടും കണക്കാ. വീടൊക്കെ കിടക്കുന്നത് കണ്ടോ, മുഴുവൻ ടോയ്സ് ആണ്. ഈ പിള്ളേരുടെ ഒരു കാര്യം. നിങ്ങൾ അവരെ കുറ്റം പറയാതെ എല്ലാവരും ചായ കുറിച്ച് ക്ലാസ് കൊടുക്കുന്നുണ്ട്. നീ ആദ്യം ചക്കപ്പോയി ഉണ്ടാക്കുക. ആ ഫ്ലൈറ്റിലെ ഫുഡൊന്നും അപ്പച്ചനെ പിടിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ബുക്ക് ചെയ്യാൻ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഫുഡ് കിട്ടിയാലേ. അപ്പൊ ആ പാവത്തിന് രോഗം മുഴുവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെന്താ, 2 ദിവസം കൊണ്ട് 3 രാജ്യം കാണാൻ പറ്റുമല്ലോ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? അയ്യടാ, അല്ലാതെ അങ്ങനെ ലാഭിക്കാൻ നോക്കിട്ടല്ലേ. എല്ലാം കൂട്ടിനെ നീ വന്നേ. ക്ലീനപ്പ് അപ്പച്ചൻ ഈസ് കമ്മിങ്. നിന്റെ ഈ പാട്ട് ഡാൻസ് ഒന്നും അപ്പച്ചന് പിടിക്കത്തില്ല. നിങ്ങൾ നല്ല ഈശോ പാട്ട് പഠിക്കും. അതാകുമ്പോൾ അപ്പച്ചന് ഇഷ്ടമാണ്. ഓ ജിൻസി, ഈ പിള്ളേരുടെ ഒരു കാര്യം. നിങ്ങൾ അത് ചെയ്തത് നമുക്ക് പോയി ആ ചട്ടത്തിൽ കണ്ടാൽ. അപ്പച്ചൻ തന്നാ തോന്നുന്നേ. അപ്പച്ചനാണ് അടിപൊളിയായിട്ടുണ്ടല്ലോ. പിന്നല്ല, ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ ഒരു സ്റ്റൈല്. ഹലോ അപ്പച്ച, ഇനിയുള്ള യാത്ര ശീലായിരുന്നു. 4 ദിവസമായി ടയറിലല്ലായിരുന്നു. ഇനിയിപ്പോൾ അന്റാർട്ടിക്ക മാത്രമേ കാണാനുള്ളൂ. അവിടെ എന്ത് ചെയ്യും? No.
ഓക്കെ ബൈ. അയ്യോ സോറി അപ്പച്ച, കണ്ടില്ലല്ലോ. ഞാൻ അസോസിയേഷൻ പ്രസിഡന്റൊക്കെ ആയിപ്പോയില്ലേ, എല്ലാത്തിനും ഞാൻ തന്നെ വേണം. ഇത് കഴിഞ്ഞ് ഇനി എയർപോർട്ടിൽ നിന്ന് അമ്മ അനിൽ ഗോപിക്ക് പിക്കാൻ പോകണം. ഓ, അനിൽ ഗോപിക നമ്മുടെ കളിയാക്കാതെ അപ്പച്ച, ഞങ്ങളുടെ ചീഫ് ഗസ്റ്റാണ്. അപ്പൊ ഞാൻ പിള്ളേരെ അപ്പച്ചക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടെന്ന്. അതെ, അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. എന്നാ ബോസ്കോയിനെ കേരള ഫെസ്റ്റിന് ഒരു ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. ഇപ്പൊ ശരിയാണ്. ഇതൊന്ന് നോക്കിയേ. കൊള്ളാലോ. I wanna live my life for you, baby. Come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. പിള്ളേരെപ്പോഴും വീഡിയോ ഗെയിം കളിയാണല്ലോ. ആഹാ, അപ്പച്ചനാണ് കളിക്കുന്നേ. അതെന്താ ഞാൻ വിളിച്ചാല്? അപ്പച്ച, താരച്ചേച്ചി വരുന്നുണ്ടേ. പിന്നെ ആളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് കേട്ടോ. കേട്ടിട്ടില്ലേ താരയുടെ എത്തി നോക്കുന്നു. അപ്പച്ച സൂക്ഷിച്ചില്ലെങ്കിൽ അപ്പച്ചനും അവരുടെ കണ്ടന്റ്. ഹലോ, എല്ലാവർക്കും താരയുടെ എത്തിനോട്ടങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിനോക്കാൻ വന്നിരിക്കുന്നത് ജിൻസിയുടെ വീട്ടിലാണ്. നീ നമ്മൾ നിർമ്മിക്കേ. അതെ, റോയ് വന്നില്ലേ? ആ, വരുന്നുണ്ട്. ആ താരം കഴിഞ്ഞ ആഴ്ചയിലെ തീപ്പൊരി ചിക്കനും കരണപ്പട്ടി ബീഫും വീഡിയോ നന്നായിരുന്നു. ഓ, കഴിച്ചതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ എന്തിട്ടാലും വയറാണ്. പിന്നെ ലൈക്ക് ഷെയർ ചെയ്യണേ. ഇന്ന് വീടിന്റെ ബാക്ക്യാർഡിലെ ഒരു കാണും. ഞാൻ പോയി ക്യാമറ എടുത്ത് വന്നപ്പോഴേക്കും ഈ ട്രോയ് അതിന് ഒഴിച്ചു. എൻ്റെ ഒരു ഉഗ്രം കണ്ടന്റ് പോയി കിട്ടി. അതെ അതെ, കഴിഞ്ഞ ആഴ്ച തെക്കിനടിയുടെ കടലിൽ കൂടി കണ്ടിട്ടാക്കിയതാ. ഗടിക്ക് 11 കിട്ടിയേ. ഇനി പാമ്പുകൂടി ഇട്ടിട്ട് കഴിക്കണോ? ജോണിയെ രാവിലെ ശരിക്കും കാണാറില്ല. ഓ, അതിനവൾക്ക് സമയമില്ല. സൺഡേ രാവിലെ സ്വിമ്മിങ്, ഉച്ചകഴിഞ്ഞ് ടൈക്കൊണ്ടോ, ആകെ ബിസിയാണ്. നിനക്ക് ആ ക്ലാസ്സൊക്കെ വേറെ ഏതെങ്കിലും ദിവസമാക്കിക്കൂടെ? അതിന് മൺഡേ തൊട്ട് തേഴ്സ്ഡേ വരെ ഓരോരോ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഫ്രൈഡേ? എല്ലാ ദിവസവും ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് അവൾ ആകെ സ്ട്രെസ് ഔട്ട് ആകും. അതുകൊണ്ട് ഫ്രൈഡേ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഞങ്ങൾ അവളെ യോഗയ്ക്ക് വിടുന്നുണ്ട്. മോളെ, സൺഡേ CCD ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അതിന് സമയം കണ്ടെത്തണം. പിന്നെ പിള്ളേരെ കുറച്ച് ഫ്രീ ആക്കൂ.
ഇടയ്ക്ക് അവരും ചില്ല് ചെയ്യട്ടെ. ശരി അപ്പച്ച. എല്ലാവരും ഉണ്ടല്ലോ, എന്നാ നമുക്ക് പ്രാർത്ഥിച്ചാലോ? സൂസിയെ, ആ ബൈബിൾ ഇങ്ങെടുത്തേ. ആ സങ്കീർത്തനം 91 വായിച്ചേ. മമ്മി, ദേ മമ്മിയുടെ മിസ്സായ ഡ്രൈവേഴ്സ് ലൈസൻസ്. എന്റെ ഈശോയെ, ഇതാരാ ഇവിടെ വെച്ചേ? ഞാനിത് എത്ര നോക്കിയതാ. അപ്പോൾ ബൈബിൾ തുറക്കാറായില്ലേ? ദൈവത്തെ നിങ്ങൾ മറന്നുകൂടാ. ബൈബിൾ മുടങ്ങാതെ വായിക്കണം കേട്ടോ. ഞങ്ങൾ വായിക്കാം. നല്ല കാര്യം. അത് പിന്നെ നാളെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ അപ്പച്ചൻ തിരിച്ചു പോവുക. സോ വി ഷുഡ് സെലിബ്രേറ്റ് ദിസ് നൈറ്റ്. എന്നാ ആർക്കെങ്കിലും ഒരു പാട്ട് പാടാമോ? ഞാൻ പാടാം. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഈ മനുഷ്യൻ നാളെ എടുത്തു. ഇന്ന് വന്നേ. പാട്ട് വിളവാൻ സ്ഥിതിക്ക് നമുക്കൊരു ഡാൻസ് ആയാലോ?